പറഞ്ഞിട്ട്. എൻ്റെ ഏട്ടൻ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെ എന്നെ നോക്കുന്നത്, മനസ്സിലായ? നിങ്ങളുടെ അടുത്ത് അത്ര ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഗുണവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മടുത്തു. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സുഹൃത്തുക്കളെ, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചിലപ്പോൾ തട്ടിമാറ്റി പോകുകയായിരിക്കും. കാരണം ഒരുപാട് നമ്മൾ കണ്ടതാണ് ഈ ഒരു വീഡിയോ. ഇവരുടെ വീഡിയോ ആരാണെന്ന് മനസ്സിലായില്ലേ? ഒരു ഫാമിലി അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. അവർ വീഡിയോ ചെയ്യുന്നതിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ അവരെ ട്രോളുന്നുണ്ട്, വേണ്ടാത്ത കമൻറ്റുകൾ ഇടുന്നുണ്ട്. ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാലേ, ഇവർ ആരെടുത്തും കൈനീട്ടിയിട്ട് പോയിട്ട് ജീവിക്കുന്നില്ല. അവർ അധ്വാനിച്ചു കൊണ്ടാണ് അവർ ജീവിക്കുന്നുള്ളത്. ആ സുഹൃത്ത് അവരെ ഭാര്യനെ കൊണ്ട് നടക്കുന്നുള്ളതും അങ്ങനെയാണ്. അവർ പല രീതിയിൽ അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് വേണ്ടാത്തൊരു വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. അവരുടെ എൻജോയ്ക്ക് വേണ്ടിയിട്ട് അവർ നല്ല രീതിയിലാണ് വീഡിയോ ചെയ്യുന്നുള്ളത്. അവർ ഉള്ള റൂമിൽ അവർ പാട്ട പറക്കിക്കോട്ടെ, മറ്റുള്ളത് പക്ഷേ അന്തസ്സോടുകൂടി അവർ ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവരെ ട്രോളാൻ ഇന്ന് ഒരുപാട് ആൾക്കാർ. എന്തിനാണ് സുഹൃത്ത്? ഇതിൻ്റെ ആവശ്യം എന്താണ്? അവർ ജീവിച്ച് പോയിക്കോട്ടെ, അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾക്ക് വല്ല ഇതും ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട. അല്ലാണ്ട് ഇങ്ങനെ എന്തിനാണ് സുഹൃത്തുക്കൾ അവരിതാക്കുന്നുള്ളത്? പിന്നെ ആ സുഹൃത്ത് പറയുന്ന വാക്ക് എന്തെന്നറിയോ? ഇവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അതും ജോലി ചെയ്തിട്ട്. അല്ലാണ്ട് നിങ്ങളടുത്ത് ഞാൻ കൈ നീട്ടിയിട്ടല്ല ഞാൻ ഇവളെ സ്നേഹിക്കുന്നതും നോക്കുന്നുള്ളതെന്ന്. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ഇപ്പം ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു. എന്താണ് ചേച്ചി അവനോട് പണിക്ക് പറഞ്ഞിട്ട്. എൻ്റെ ഏട്ടൻ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെ എന്നെ നോക്കുന്നത്, മനസ്സിലായ? നിങ്ങളുടെ അടുത്ത് അത്ര ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഗുണവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മടുത്തു. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കായി ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതം എനിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നു കുട്ടിയാണത്. എൻ്റെ പൊന്നൂസാണ്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ വരാൻ കാരണം വേറൊന്നുമല്ല. ഞങ്ങളുടെ കുറേ ട്രോൾ ഞങ്ങൾ കണ്ടു. അതൊക്കെ ഞാൻ സഹിച്ചു നിന്നു. പോട്ടെ. ഇപ്പോൾ ഒരുത്തിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ID കൊടുത്തിട്ടുണ്ട്. അവൻ ഞങ്ങൾ അത്രയും നാണം കെടുത്തിട്ട് കേവലമായിട്ടാണ് സംസാരിച്ചത്. എടാ നായിൻ്റെ മോനെ, നീ എനിക്കൊക്കെ അമ്മയും പെങ്ങന്മാരും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് അവരിനോടൊക്കെ ഒന്നേ പറയാനുള്ളൂ. ഞങ്ങളെ സ്നേഹിക്കണ അവരിനോട് എനിക്ക് പറയാനുള്ളൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾക്ക് നിങ്ങളുള്ളൂ.